ഹലോ മിസ് അങ്ങനെ T20 വുമൻസ് വേൾഡ് കപ്പിൽ ഇന്ത്യ ആദ്യ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇന്നലെ മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക വുമനോട് 6 വിക്കറ്റിനാണ് ഇന്ത്യ തോറ്റത്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ തുടങ്ങിയ സൗത്ത് ആഫ്രിക്കയുടെ മാഡിസൺ കാപ്പാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത്. കാപ്പിനെ പൂട്ടാൻ കിട്ടിയ അവസരം ഇന്ത്യൻ ഫീൽഡറായ രാധ യാദവ് വിട്ടുകളയുന്ന ഒരു പക്ഷേ മത്സരം കൈവിട്ട് കളയുന്നതിന് തുല്യം തന്നെയായിരുന്നു ആ ഒരു ഡ്രോപ്പ് ക്യാച്ചസ്. 2 തവണയാണ് മാഡിസൺ കാപ്പിനെ രാധ യാദവ് വിട്ടുകളഞ്ഞത്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 2 ചേഞ്ചസാണ് ടീമിലുണ്ടായിരുന്നത്. ക്രാന്തി ഗൗഡിന് പകരം പ്രേമ റാവത്തും അതുപോലെ തന്നെ അരുന്ധതിയും ടീമിൽ പ്ലേയിങ് 11 സ്ഥാനം പിടിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി ഷഫാലി വർമ്മ, സ്മൃതി മന്ദന സഖ്യം ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുന്നു. പവർ പ്ലേയിലെ 3-ാം ഓവറിലെ അവസാന പന്ത് മാഡിസൺ കാപ്പിനെതിരെ ഒരു റിവേഴ്സ് സ്കൂപ്പ് അടിക്കാനുള്ള ശ്രമത്തിനിടെ സ്മൃതി മന്ദന ബൗൾഡ് ആവുകയായിരുന്നു. വെറും 17 റൺസ് മാത്രമേ സ്മൃതി മന്ദനയ്ക്ക് ഇന്നലെ നേടാൻ സാധിച്ചുള്ളൂ. പവർ പ്ലേയിലെ അവസാന ഓവറിൽ ഷഫാലി വർമ്മ ശബ്നം ഇസ്മായിലിന് പിടികൊടുത്ത് മടങ്ങിയതോടുകൂടി ഇന്ത്യ പവർ പ്ലേയിൽ തന്നെ 2 ഓപ്പണേഴ്സിനെയും നഷ്ടമായ അവസ്ഥയിലായി. ഷഫാലി വർമ്മ ഇന്നലെ 15 പന്തിൽ 4 4-ഉം 1 6-ഉം ഉൾപ്പെടെ 31 റൺസാണ് ഇന്ത്യക്ക് വേണ്ടി നേടിയത്. പിന്നീട് വന്ന ഈ ആസ്തിക പാർട്ടിയിൽ ജെമീമ റോഡേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ സൗത്ത് ആഫ്രിക്കൻ ബോളർമാർ വീഴ്ത്തിയതോടുകൂടി ഇന്ത്യ 10 ഓവറിൽ 84-4 എന്ന നിലയിലേക്ക് വീഴുകയായിരുന്നു. എന്നാൽ 5-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും അതുപോലെ ദീപ്തി ശർമ്മയും ചേർന്ന് ഇന്ത്യയെ ഒരു ബാറ്റിംഗ് തകർച്ചയിൽ നശിച്ചെടുക്കുകയായിരുന്നു. ഇരുവരും ചേർന്ന് 5-ാം വിക്കറ്റിൽ 33 റൺസാണ് കൂട്ടിച്ചേർത്തത്. എന്നാൽ 15-ാം ഓവർ എറിഞ്ഞ് ശബ്നം ഇസ്മായിൽ തന്നെ ക്യാപ്റ്റനെ പുറത്താക്കി സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. ഹർമൻപ്രീത് കൗർ ഇന്നലെ 22 പന്തിൽ വെറും 2 4 അടക്കമാണ് ആ ഒരു 24 എന്നൊരു സ്കോർ നേടിയത്. പിന്നീട് 18-ാം ഓവറിൽ നെക്ലക്കോ മലബ എന്നൊരു സൗത്ത് ആഫ്രിക്കൻ ബോളർ ദീപ്തി ശർമ്മയെ പുറത്താക്കിയോടെ ഇന്ത്യയുടെ ഒരു വലിയ ടോട്ടലിൽ നിന്നൊരു ലക്ഷ്യം അവിടെ അവസാനിക്കുകയായിരുന്നു. ദീപ്തി ശർമ്മ ഇന്നലെ 21 പന്തിൽ 29 റൺസ് എടുത്താണ് പുറത്തായത്, 3 4 അടക്കം. അപ്പോൾ അങ്ങനെ ഇന്ത്യ 158-7 എന്ന നിലയിലൊരു അത്യാവശ്യം വലിയ സ്കോറല്ല, എന്നാലും ഈ ഒരു വുമൻസ് വേൾഡ് കപ്പിനനുസരിച്ച് ഒരു ഭേദപ്പെട്ട ഒരു സ്കോറിൽ ആണ് ഇന്ത്യ എന്നുള്ള അവരുടെ ബാറ്റിംഗ് ഇന്നിങ്സ് അവസാനിച്ചത്. 158-7 എന്നത്. അങ്ങനെ ഇന്ത്യയുടെ ഈ ഒരു 158 എന്ന സ്കോർ ചെയ്യാനായി സൗത്ത് ആഫ്രിക്കൻ ഓപ്പണേഴ്സായിട്ട് ലോറ ബോൾവാർഡും ടാസ്മിൻ ബ്രിക്സും വരുന്നു. അങ്ങനെ പവർ പ്ലേയിൽ അത്യാവശ്യം നല്ലൊരു തുടക്കമാണ് സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർ നൽകിയത്. 5 ഓവർ വരെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി. എന്നാൽ പവർ പ്ലേയിലെ അവസാന ഓവർ എറിഞ്ഞ ശ്രീചരണി ലോറ ബോൾവാർഡിനെയും അതേ ഓവറിൽ തന്നെ ആനി ഡെർക്സൺ എന്നിവരെ പുറത്താക്കി ഇന്ത്യക്ക് ഒരു കംബാക്ക് നൽകുകയായിരുന്നു. എന്നാൽ 3-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന മാഡിസൺ കാപ്പും ടാസ്മിൻ ബ്രിക്സും ചേർന്ന് ഇന്ത്യയുടെ 3-ാം ജയമെന്ന വിജയമോഹം ഇല്ലാതാക്കുകയായിരുന്നു. ഇരുവരും കൂടി 3-ാം വിക്കറ്റിൽ 97 റൺസിൻ്റെ കൂട്ടുകെട്ടാണ് കൂട്ടിച്ചേർത്തത്. ഇതിനിടെ മാഡിസൺ കാപ്പിനെ പുറത്താക്കാൻ കിട്ടിയ അവസരം ഇന്ത്യയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡറായി വന്ന രാധ യാദവ് പാഴാക്കിയായിരുന്നു. മാഡിസൺ കാപ്പ് സ്കോർ 25 നിൽക്കെ കിട്ടിയൊരു സിമ്പിൾ ക്യാച്ച് രാധ യാദവിന് ഡ്രോപ്പ് കളയുന്നു. അതിനുശേഷവും കണ്ടു ഏകദേശം ഒരു 60-65 നിൽക്ക് വീണ്ടും രാധ യാദവ് തന്നെ ആ ഒരു ക്യാച്ച് മാഡിസൺ കാപ്പിൻ്റെ ക്യാച്ച് വിട്ടു കളയുന്നു. 17-ാം ഓവറിൽ ഷഫാലി വർമ്മയാണ് ആ ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ ബ്രേക്ക് ചെയ്യുന്നത്. 36 പന്തിൽ 2 4-ഉം 1 6-ഉം ഉൾപ്പെടെ 40 റൺസ് എടുത്ത ടാസ്മിൻ ബ്രിക്സിനെയാണ് ഷഫാലി വർമ്മ 17-ാം ഓവറിൽ പുറത്താക്കിയത്. തൊട്ടടുത്ത ഓവറിൽ തന്നെ പിന്നീട് നാന്ദീൻ ക്ലർക്കിനെ പുറത്താക്കി ശ്രീചരണി ഇന്ത്യക്ക് ചെറിയൊരു വിജയപ്രതീക്ഷ അവിടെ നൽകുകയായിരുന്നു. എന്നാൽ മറുവശത്ത് മാഡിസൺ കാപ്പ് ഉറച്ചു നിൽക്കുന്നതായിരുന്നു. മാഡിസൺ കാപ്പ് ഈസിയായി സൗത്ത് ആഫ്രിക്കയെ വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. മാഡിസൺ കാപ്പിനെ പുറത്താകാൻ കിട്ടിയ അവസരങ്ങൾ പാഴാക്കി കളഞ്ഞത് ഇന്ത്യക്ക് ഏറ്റവും വലിയ വിനയായി മാറുകയായിരുന്നു. 2 തവണയാണ് ഇന്നലെ മാഡിസൺ കാപ്പിനെ ഇന്ത്യൻ ഫീൽഡർമാർ കൈവിട്ട് കളഞ്ഞത്. അത് ശരിക്കും മത്സരം കൈവിട്ട് കളയുന്നതിന് തുല്യമായി. അങ്ങനെ അവസാന 2 ഓവറിൽ ജയിക്കാൻ വേണ്ടത് 18 റൺസ്. 19-ാം ഓവർ എറിയാൻ വന്നത് ദീപ്തി ശർമ്മയുടെ 3-ാം ബോളിലും അവസാന പന്തിലും 6 അടിച്ച് മാഡിസൺ കാപ്പ് ഈസിയായി സൗത്ത് ആഫ്രിക്കയെ തങ്ങളുടെ 2-ാം ജയത്തിലേക്ക് എത്തുകയായിരുന്നു. ഇതോടെ 4 പോയിന്റുമായിട്ട് സൗത്ത് ആഫ്രിക്ക 3-ാം സ്ഥാനത്താണ്. ഇന്ത്യ 2-ാം സ്ഥാനത്തും ഓസ്ട്രേലിയയാണ് ആ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ ഇന്ത്യ വുമൻസിൻ്റെ അടുത്ത മത്സരം വരുന്നത് ബംഗ്ലാദേശായിട്ടാണ്. അത് ജൂൺ 25-നാണ്. അപ്പോൾ 2 മത്സരം ജയിച്ച ബംഗ്ലാദേശും 2 മത്സരം ജയിച്ച ഇന്ത്യയും തമ്മിലാണ് ഒരു നല്ലൊരു കിടിലൻ പോരാട്ടം പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. അതുവരേക്കും